അധ്യാപക സുഹൃത്തുക്കളെ, നമ്മളോടൊപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ എല്ലായ്പ്പോഴും കഴിഞ്ഞ വെക്കേഷൻ ട്രെയിനിങ് മുതൽ അതിന് മുമ്പ് മുതൽ എന്നോടൊപ്പം ഒക്കെ എൻ്റെ സന്തസഹചാരിയായിട്ട് ഇതിൽ അദ്ദേഹത്തിൻ്റെ സന്തസഹചാരിയാണ് ഞാൻ ഒക്കെ സഹകരിക്കുകയും എല്ലാവിധ സപ്പോർട്ടും BRCക്കും അതുപോലെ സബ് ജില്ലയ്ക്കും ഉപജില്ലയ്ക്കും ഒക്കെ തന്നുകൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ ഡേറ്റ സീനിയർ ലെക്ചർ വിനോദ് കുമാർ സാറ്, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആർപിമാരായ റീസമ്മ ടീച്ചർ, വിനോദ് സാറ്, മോളി ടീച്ചർ, വിവിധ സ്കൂളുകളിൽ നിന്ന് വന്ന എൻ്റെ അധ്യാപക സുഹൃത്തുക്കൾ, നമ്മുടെ ഈ വർഷത്തെ പ്രഥമ പ്ലസ് പരിശീലനം നമ്മളിന്ന് ആരംഭിക്കുകയാണ്. 5-6 പ്രശ്നം ഉണ്ടെന്നാണ് അറിയുന്നത്. ഈ വർഷം 2-ാം തീയതിയിലെ പ്രശ്നമാണ് നമ്മൾ ഇന്നത്തേക്ക് മാറ്റി വെച്ചത്. 2-ാം തീയതി അങ്ങ് നടന്നു പോകുമായിരുന്നെങ്കിൽ നടന്ന് പൊക്കോട്ടെ. നമുക്കറിയാം, ഇന്ന് പല അധ്യാപക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അറിയാം. ശനിയാഴ്ചകളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ അധ്യാപകരൊക്കെ ശനി ഞായറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ദിവസമാണ് ശനി ഞായർ. അവർക്കൊക്കെ ശരിക്കും ഒന്ന് അരക്കി തേച്ച് കുളിച്ച് റെഡിയാക്കി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി എവിടെയെങ്കിലുമൊക്കെ വിരുന്നിനൊക്കെ പോകേണ്ട ദിവസങ്ങളൊക്കെയാണ് ശനി ഞായർ, നമുക്കറിയാം. പക്ഷെ എന്ത് ചെയ്യാം, നമ്മുടെ മേലധികാരികളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനം ഇങ്ങനെയാണ്. നമ്മളെ സർക്കാർ സേവകരെന്ന നിലയിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തീരുമാനത്തിൽ നമ്മൾ ശിരസ വഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും വാർത്ത പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ, നിങ്ങളുടെ വേദനകളിലും ബുദ്ധിമുട്ടിലും ഒക്കെ ഞങ്ങളും സഹകരിച്ചുകൊണ്ട് സഹതാപുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കഷ്ടം നമ്മളെ ആരംഭിക്കുകയാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഒരു സഹപ്രവർത്തകയായ ടീച്ചറിൻ്റെ മോളെ കല്യാണം ഉണ്ടെന്നറിയാം. ഒത്തിരി പേര്, ഒരു 60 പേര് കൂടെ ഇന്ന് രാത്രി വിളിച്ചു. അവസാനം രാത്രി 4 കഴിഞ്ഞാൽ മൊബൈൽ ഓഫാക്കില്ല. ഞാൻ ഒരിക്കലും മൊബൈൽ ഓഫാക്കി വെച്ചു. ഞാൻ എന്താ പറയുക, നമ്മളെന്താ പറയുക, ഞാൻ നിങ്ങളെപ്പോലെ ഒരു അധ്യാപകനല്ലേ. നമുക്ക് പ്രശ്നം കാരണം ചിറ്റാരിക്കൽ ഉപജില്ലയെ സംബന്ധിച്ച് വിനോദാനൊക്കെ അറിയാം. ചിറ്റാരിക്കൽ ഉപജില്ലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിലെ 1ാമത്തെ ഉപജില്ലയായിട്ട് മറ്റ് പരിശീലനക്കാരെ മാറി വളരെ നല്ല മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളും വളരെ മെച്ചപ്പെട്ട സഹായ സഹകരണങ്ങളും നിങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. ഞങ്ങളുടെ ആരുടെയും ക്രമ കൊണ്ടോ സഹായങ്ങളൊന്നുമല്ല. നമ്മളെ ഒരു 1-1.5 വർഷമായിട്ട് നല്ല BRC ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ്? നിങ്ങളുടെ വിശാല മനസ്സതുകൊണ്ട് തന്നെയാണ്. ഞങ്ങളെ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എനിക്കത് പറ്റിയില്ല, പോകാൻ പറ്റിയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ AEയെ വിളിച്ചു, വിനോദ് സാറിനെ വിളിച്ചു, ഗവൺമെൻറ്. AEO ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ്. AEO കറക്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ AEO ഞാനിവിടെ തീരുമാനമെടുത്തിരിക്കുന്നത് ദേശീയമായ തീരുമാനമാണ്. അത് നിങ്ങൾ പറയുകയാണ്, ഒരു 12:15 ആകുമ്പോൾ വിടാം. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് പോകാം. 12:15 വിടാം. നമ്മളോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകേണ്ടവരുടെ ആരും എന്നാലും നിങ്ങൾ ഒപ്പിടുക. അവസാനം പലരും ഒപ്പിടാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ബുദ്ധിമുട്ടാണ്. പിന്നെ നിങ്ങളുടെ സ്കൂളുകളിൽ വന്നപ്പോൾ ഒപ്പിടിക്കേണ്ടതായ അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 12:15 നിങ്ങൾ പോവുക, 2 മണിയാകുമ്പോൾ വരിക. 2 മണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ ദിവസം പോയതാണ് AEO പറഞ്ഞിരിക്കുന്നത്. ആ ദിവസം കണക്ക് കിട്ടില്ല. ആ വ്യക്തി പേരെ കണക്കാക്കാൻ പറഞ്ഞില്ല. നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മളോടൊപ്പം സഹകരിക്കുക. നമ്മളെല്ലാവരും ഒന്ന് തന്നെയാണ്, 2 കുടുംബത്തിലെ അംഗങ്ങളാണ്. അവിടെ നിങ്ങൾ അത്യാവശ്യം പോകേണ്ടത് ആ ടീച്ചറുടെ ഹെഡ്മാസ്റ്ററുകളെ കൂടിയാണ്. അവിടുത്തെ വിദ്യാലയമായിരുന്നു ജസി ടീച്ചർ. അവരുടെ ഹെഡ്മാസ്റ്ററുകളെ കൂടിയാണ്. എനിക്ക് പോലും പോകാൻ പറ്റുമെന്ന് അറിയില്ല. അത്യാവശ്യം പോവുക, 2 മണിയാകുമ്പോൾ തിരിച്ചു വരിക. അപ്പോൾ എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മറ്റു ക്ലാസ്സുകൾ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്നില്ല. ഈ ഔപചാരികമായ പ്രശ്നത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനും ഇതിൻ്റെ നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം ഏറ്റെടുക്കുന്നതിനും വേണ്ടി നമ്മുടെ വിനോദ് സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. ആർപിമാരെ, പ്രധാന അധ്യാപകരെ, ഈ